നിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. ഓഫീസ് കെട്ടിട വിവാദത്തിൽ മറുപടിയുമായി വി.കെ. പ്രശാന്ത് എം.എൽ.എ. നിയമപരമായ കാലാവധിയുണ്ട്, അതിനുള്ള തുകയും ഒടുക്കിയിട്ടുണ്ട്. ബി.ജെ.പി. അജണ്ട കോൺഗ്രസ് ഏറ്റെടുത്തു. അതാണ് ശബരിനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എം.എൽ.എ. ഹോസ്റ്റലിൽ സാധാരണ മനുഷ്യർക്ക് എത്താൻ പ്രയാസമുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ എം.എൽ.എ. ഹോസ്റ്റൽ ഉപയോഗിക്കാം. വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് കാണാൻ സൗകര്യമുള്ള സ്ഥലത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളെ കാണേണ്ട എന്നുള്ളവർ മണ്ഡലത്തിനു പുറത്ത് ഓഫീസ് പ്രവർത്തിപ്പിക്കുമായിരിക്കും. LSDD കെട്ടിടങ്ങളിൽ MLA-മാർക്ക് സൗജന്യമായി ഓഫീസ് പ്രവർത്തിപ്പിക്കാം. ഞാൻ അതല്ല ചെയ്യുന്നത്. കൃത്യമായ വാടക നിശ്ചയിച്ചിട്ടുണ്ട്. ബിസിനസ് സ്ഥാപനമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യമാണ്. സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ടോയ്ലറ്റ് സൗകര്യം പോലുമില്ലാത്ത കെട്ടിടം എന്ന് പ്രചരിപ്പിച്ച് അനുകമ്പ പിടിച്ചുപറ്റാനാണ് ശ്രീലേഖ ശ്രമിക്കുന്നത്. ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. BJPക്ക് കുടപിടിക്കുന്നവരായി ശബരിനാഥൻ മാറി. തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തി വട്ടിയൂർക്കാവ് പിടിക്കാനാണ് BJPയും കോൺഗ്രസും ശ്രമിക്കുന്നത്. ശബരിനാഥൻ MLA ഹോസ്റ്റലിൽ ഇരുന്നാണോ അരുവിക്കരയിലെ ജനങ്ങളെ കണ്ടത്? ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളെ വ്യാജ പ്രചരണം നടത്തി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. MLA ഹോസ്റ്റലിൽ മറ്റാരെങ്കിലും താമസിക്കുന്നോ എന്നതിൽ അതിശയോക്തിയില്ല. MLA-മാരുടെ സ്റ്റാഫുകൾ, അതിഥികൾ എന്നിവർ താമസിക്കാറുണ്ട്. BJP മേയർ ഇന്നലെ വിഷയം അവസാനിച്ചു എന്ന് പറഞ്ഞു. BJP അവസാനിപ്പിക്കുന്ന അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെന്നും വി.കെ. പ്രശാന്ത് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.